അപ്പോൾ നമ്മളെ രണ്ടാമത്തെ സ്പോട്ട് നമ്മൾ മത്തേരയിൽ നമ്മൾ ഇന്നലെ രാത്രി എത്തിയിരിക്കുന്നത്. രാത്രി ഏകദേശം 11 മണിയാണ് നേരത്തെ ഇവിടെ എത്തിക്കുന്നത്. രാത്രി റൂമെടുത്ത് ഇവിടെ നിന്നിപ്പോൾ രാവിലെ മത്തേരാൻ ട്രക്കിങ്ങിന് കയറാനുള്ള പരിപാടിയാണ്. ചെക്കന്മാരെല്ലാവരും ഉണ്ട് ഇവിടെ. അറിയാ രാജാ, മത്തേരയിൽ എത്ര സ്പോട്ട് കാണാനുള്ള മൊത്തം മെയിനായിട്ട്? ഇവിടെ മത്തേരം വരുമ്പോ ഒന്നെങ്കിൽ മഴക്കാലത്ത് വരിക, അല്ലെങ്കിൽ രാവിലെ നീച്ച് വരിക. ഈ 10 മണി വരെ കടന്നുറങ്ങിയിട്ട് വന്നിട്ട് ഇത് പെരും വെയില്. ഇതിപ്പോ മേച്ചേരി പറമ്പ് റെയിൽവേ പാലത്തും കൂടെ നടന്നാൽ മതിയല്ലോ. ഈ വെയിലും കൊണ്ട് തീവണ്ടി പാലത്ത് നടക്കണ നേരം. അഞ്ചായിരണോ? വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരേ ഒരു ഹിൽ സ്റ്റേഷൻ അതാണ് മത്തേരൻ. ഒന്നെങ്കിൽ ടോയ് ട്രെയിനിൽ വരണം, അല്ലെങ്കിൽ ഇവിടെ കുതിരനെ കിട്ടും, കുതിരപ്പുറത്ത് കയറി വരണം. പിന്നെ ഇലക്ട്രിക് ഓട്ടോ ഉണ്ട്, അതിൽ 3 ആളെന്തോ പോകുന്നു. പക്ഷെ ഞങ്ങൾ നടന്നിട്ടാണ് പോണത്. ഷബീറേ നടക്ക്. ഇതാണ് മത്തേരൻ്റെ റൂട്ട് മാപ്പ്. ഏകദേശം 30 വ്യൂ പോയിന്റ് എന്തോ ഉണ്ട്. പക്ഷെ നമ്മളൊരു 3 പോകണുള്ളൂ. ആ ലൂയിസ പോയിന്റ് മറ്റേ പറഞ്ഞ വീഡിയോ ഇല്ലടാ. അപ്പോൾ ഇവിടുന്ന് ഒരു കാലിച്ചായം കുടിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങിയാണ് ഗൈസ്. അത് അടുത്ത ചായ എങ്ങനെയുണ്ട്? ഊതി കൊടുക്കുന്നതായിരുന്നു ഗുപ്തന് ഇഷ്ടം. മത്താരാനിലൂടെ ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചായ കുടിച്ച് എനർജിയുമായി ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെ പോരോ? ഓൺലി ബ്ലാക്ക് ട്രാക്സ് 3 ഒരു മറ്റേ ജേഴ്സി ക്ലോത്തിൽ 3 ടീഷർട്ടും. ബാഗ് ഏറ്റാൻ വയ്യല്ലേ? ബാഗ് ഏറ്റുണ്ടാവും. അത് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മറ്റേ കണ്ണൂരിലെ ചെക്കന്മാർ പറഞ്ഞ ഐഡിയ, ഒരു ട്രാവലേഴ്സ് നമ്മളിലുള്ള ജീൻസും ഇയാളുടെ സാധനം കയറ്റി കൊടുത്തിട്ട് ഇയാൾക്കാരത് കൂടെ നടന്ന ചെരുപ്പ് പൊട്ടുന്നേ. അപ്പോൾ അയാളതിൽ ബിസിനസ് കണ്ടെത്തി ഇവിടെ ചെരുപ്പ് കുത്തി. അങ്ങനെ നടന്ന് മത്തേരൻ അങ്ങാടി എത്തിക്കണേ. ഇവിടുന്ന് ഹർത്താല തോന്നുന്നു, കടം തുറന്നില്ല. ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരൊക്കെ നീച്ചു തരുള്ളൂ. നമ്മളിതാ
ഇതാണ് നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ഓട്ടോ. ഈ വണ്ടി മാത്രം ഇത് കൂടെ പോകുള്ളൂ. എന്ത് തേങ്ങയാണെങ്കിലും എന്താണെന്ന് അറിയില്ല, CNG മാത്രം വണ്ടി ഇല്ലാത്തടത്ത് എന്തിനാ പമ്പ്? വണ്ടി നെയ്ച്ചായേ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ഓരോന്ന് ചോദിക്കും. എല്ലാവരോടും നമ്മൾ നെയ്ച്ചായി എന്ന് പറയണം, അല്ലെങ്കിൽ മാലു നെഹി അല്ലേ? മാലു നെഹി, നെഹി ചായേ. ഈ രണ്ട് വാക്കുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പിടിച്ചിരിക്കാം, എവിടെയും പോവാം. ഞാൻ പറയുമ്പല്ലേ ഇത് ശരിക്ക് സൂപ്പർ വാവയുടെ പോലെ വ്ലോഗ് കൊടുക്കണം. സൂപ്പർ സുബ്ലി. ആ അലിവിന്റെ ലുക്ക് ഉണ്ട് എനിക്ക്. അങ്ങനെയില്ലേ, മസ്താനും മെഹറൊക്കെ എൻ്റെ പേരുടെ മുമ്പിൽ ഇങ്ങനെ വരും. അതെ, എന്ത് സാധനം? വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഇവൻ അതിനുള്ള ത്രാണിയൊന്നുമില്ല. സിറ്റ്വെൽ ഫർണിച്ചേഴ്സിലെ അക്കൗണ്ടന്റ് ആണ്. വൻ തിരക്കാണ്. 95 26 33 50. ഐ ലവ് മത്തേരെ. ഇതാണ് ഗൈസ് മത്തേരൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്നാണ് ടോയ് ട്രെയിൻ കിട്ടുക. നേരൽ വരെ ഇവിടുന്ന് ടോയ് ട്രെയിൻ പോവാം. അവിടുന്ന് നമുക്ക് ലോക്കൽ ട്രെയിൻ കിട്ടും മുംബൈക്ക്. കിട്ടിക്കാറല്ലേ? ട്രെയിനിന്റെ ടയർ പഞ്ചറായി തോന്നുന്നു. ഇതെന്ത് സാധനം? എടാ ഓക്കെ, നമുക്ക് റിട്ടേൺ ഈ ട്രെയിൻ എടുത്തു കഴിഞ്ഞാലേ നമ്മളിവിടെ അമാലോഡ്ജ് വരെ കിട്ടുള്ളൂ. റെസ്റ്റിനാണ് കയറുന്നത്. നേരേക്ക് ഒക്ടോബർ 15 ഓപ്പൺ ആവുള്ളൂ എന്ന് എഴുതിക്കുന്നത്. നോർമൽ ലെവലിൽ നമ്മൾ നേരേൽ കിട്ടേണ്ടതാണ്. ഇവിടുത്തെ കടയൊക്കെ സാധനം കൊണ്ടിടുന്നത് ഈ വണ്ടിയിലാണ്. ഇത് ആൾക്കാർ വലിച്ചു കൊണ്ടുപോകും. കളിച്ച സാധനങ്ങളാണ്. കുതിരക്ക് മുന്നിൽ കഴുത. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. അലക്സാണ്ട്ര പോയിന്റ്. സംഭവം കുതിരനെ കിട്ടും. 1 മണിക്കൂർ 400 രൂപ. 5 വ്യൂ പോയിന്റ് കയറും. പക്ഷെ ഞങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, സ്ഥലങ്ങൾ നടന്ന് കാണണം അല്ലേ? മറ്റേ ലക്ഷറിയാണ്. അവിടെ എന്തൊക്കെയുണ്ട്? പുലിമുരുകന്റെ ഷൂസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ സ്കൂളൊക്കെ ഉണ്ട് ഗൈസ്. പിള്ളേർ സ്കൂളിൽ പോകുന്നു. ആ കുതിരക്ക് എന്നെ കണ്ട ഭ്രാന്താവും ചങ്ങായി. മുഖം കാണിച്ചു കൊടുത്താൽ അല്ല, എൻ്റെ മുഖം കാണിച്ചാലും ഭ്രാന്താവും. മറച്ചോ നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റ് കാണാൻ പോവാണ് അലക്സാണ്ടർ പോയിന്റ്. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി എന്തൊക്കെ കാണിക്കണം ഉണ്ടോ? എന്തേ
പോകുന്ന വഴിക്ക് ഫുൾ കുരങ്ങന്മാർ. ഫോണൊന്നും കണ്ടല്ലോ ഞങ്ങൾ. ക്യാമറ എടുത്തിട്ട് വേറെ കുരങ്ങൻ. ഇതെല്ലാം എടുക്കണേ, ഞാൻ എടുക്കണേ. ഞാൻ പറഞ്ഞു പാവം കുടുംബനാഥൻ. ഡേയ് വാടാ. ഫ്രണ്ട് ക്യാമറയിലും കുറയ്ക്കാൻ, ബാക്ക് ക്യാമറയിലും കുറയ്ക്കാൻ. ഇതാണ് ബാച്ചിലേഴ്സിൻ്റെ കൂടെ ട്രിപ്പിന് വന്ന ഫാമിലി മാൻ. കുട്ടിക്ക് വിളിച്ച് കുറയ്ക്കാൻ കാണിച്ചു കൊടുക്കുന്നു. വേറെ കുറഞ്ഞതോ ലോസിയിൽ ഇതിലേതാണ് കുറയ്ക്കാൻ? ഫ്രണ്ട് ക്യാമറ ഉണ്ടാക്കി അതും കുറയ്ക്കാൻ. മങ്കി മങ്കി എന്ന് പറഞ്ഞാ മങ്കി എന്ന് പറഞ്ഞാ ഹെഡ്സെറ്റ് കുറങ്ങനെ വെച്ചെടുക്കുന്ന എന്നാലേ കേൾക്കുള്ളൂ. ബാബു വരുമ്പോൾ മുന്നൂറ് കൊടുത്തൊരു ഒരു ഗൈഡിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഗൈഡ് പറഞ്ഞ എന്താ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ഈ ഏരിയ വരെ എന്തോണ്ട് കൊത്തിയതാണ്. അല്ലല്ല പുലി മാന്തി. രാത്രി ഞാൻ കേശം വരുമ്പോ പുലി മാന്തിയെന്ന് പറഞ്ഞിട്ട് സിയാനെ ഷെഫീറിന്റെ കുട്ടിക്ക് വീഡിയോ കോളിൽ കേട്ടോ. ഇത് കുരങ്ങനെ കാണിച്ചപ്പോ ഷെഫീറിന്റെ കുട്ടി മുബു മാമ, ഓ മുബഷിർ. ഇന്ന് ഞങ്ങൾ കാണുന്ന 4ാമത്തെ പാമ്പാണിത്. ഇതാണല്ലേ കേട്ടോ. ഇത് ഉറങ്ങ മറുകയാ സ്ഥലം. ആ ഇമ്മ ആരോ കല്ലുണ്ട് കേട്ടോ. നോക്കട്ടെ പുലി വന്നിട്ട് ഞങ്ങൾ ഇന്നലെ കണ്ടു. പുലി ടച്ചിങ് സൈ സൈക്കോ എവിടെ ചെന്നാലും സൈക്കോ. എവിടെ താഴത്ത് നോക്കി നടന്നോ? ആദ്യം ജീവള്ളേനെ അന്ന് ഇന്നലെ വരുമ്പോൾ കണ്ടിരുന്നു. റോഫ് ജസ്റ്റ് മിസ്സാണ്. അങ്ങനെ നമ്മൾ അലക്സാണ്ടർ പോയിന്റ് തുടങ്ങുന്നിടത്ത് എത്തിയിരിക്കുന്നു. എന്താ അവിടെ ഒരു അലക്സാണ്ടർ, അത് റിസോർട്ടാ? അത് റിസോർട്ടാടാ. ടെന്റ് ഇല്ല എനിക്ക് നട്ടുച്ചക്ക്. അലക്സാണ്ടർ പോയിന്റിക്ക് പോകുന്നു. ടീഷർട്ട് എത്തിക്ക. ടീഷർട്ട് താഴത്ത് വീഡിയോ എടുക്കണം. അത് നിർത്തില്ല. അലക്സാണ്ടർ പോയിന്റിൽ നമ്മൾ വരവേൽക്കുന്നത് ഒരു കൂട്ടം ചിത്രശലഭം, പൂമ്പാറ്റ. അലക്സാണ്ടർ പോയിന്റ് ഇതാണ്. അലക്സാണ്ടർ അത്ര കൂടി ഇല്ലേ? ഇതാണ് ഗേസ് അലക്സാണ്ടർ വ്യൂ പോയിന്റ്. മഴക്കാലാണെങ്കിൽ അവിടെ ഒക്കെ വെള്ളച്ചാട്ടം ഉണ്ടാവും. ഞങ്ങൾ കണ്ട മത്തേരൻ ഇങ്ങനെയല്ല. ആ കാണാണ് പെരിന്തൽമണ്ണ അങ്ങാടി. പെരിന്തൽമണ്ണ പട്ടാമ്പി ഈ സൈഡ് അല്ലേ? യെസ്.
ഇപ്പം ഞങ്ങളെ മത്തേരയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു അലക്സാണ്ടർ വ്യൂ പോയിന്റ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം ഇല്ലാത്ത കാരണം ഭയങ്കര അടിയാണ് ഇവിടെ, ഭയങ്കര ചൂടാണ്. മഴക്കാലത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ, അല്ല നാട്ടിൽ അതേപോലെ പെരും ചൂടാ, നിൽക്കാൻ വയ്യ. ഓ ആരിഞ്ഞ് അനുകരിക്കരുത്. മത്തേരാൻ അലക്സാണ്ടർ വ്യൂ പോയിന്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ വരരുത്, ഓഫ് സീസണിൽ വരരുത്. അതെ അതെ. അതെ നല്ല പ്ലാനാട്ടോ കേശുവിന്റെ, ഡബിൾ കേശുവിന്റെ. ഒന്നും മനസ്സിലായില്ല. ആദ്യം നമ്മള് വന്നോടത്തേക്ക് പോവാ, പിന്നെ ഇങ്ങോട്ട് പോവാ. സംഭവം പറഞ്ഞെന്താ പറയുക, തിരിച്ചു വരെ പോവാന്ന് പറഞ്ഞു. അത് ചുരുക്കേണ്ട പറഞ്ഞാ പോരെ മുംബൈ പോയി കറങ്ങാൻ തന്നെ പോണ്. നമ്മള് റെഡിച്ചിട്ട് പോവാ, എന്നെ വാല് പറഞ്ഞ ഉള്ളിൽ കയറ്റി പുറത്ത് കൂട്ടിടും ഡബിൾ കേശുവിനെ. ഗൈസ്, മഴയത്ത് റെയിൻകോട്ടും എടുത്ത് വൈബാക്കാൻ വന്ന പിള്ളേരാണ്. വെയിലും കൊണ്ട് നടന്ന് ഉപ്പാടിളകിയിരിക്കണേ. ഈ ഒരു അവസരത്തിൽ എന്തു പറയണം? ആള് പോയില്ലേ? കാണാൻ ആരുമില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്ത് എക്സ്പീരിയൻസ് പാവം. ഏത് കൊമ്പ് ഏത് മരുന്ന് പറയുന്ന ആ കാണുന്ന മരം, ഇത് ഫുള്ള് മരല്ലേ കേശോ? നല്ല കറക്റ്റ് പറഞ്ഞു കൊടുക്ക്. അതാ അയ്യവാ കാട്ടു കയറി നമ്മളത് ക്രോസ് ചെയ്യും കേട്ടോ, ആ സാധനം ക്രോസ് ചെയ്യും. അപ്പുറത്തന്നെ പച്ച പിന്നാലെ ഓക്കെ. വലിയ കുണ്ടൊന്നും ഉണ്ടാവില്ല, രണ്ടാൾ താഴ്ച. ഈ എടുത്തോ, എനിക്ക് കൈമൊന്ന് ഫോട്ടോ എടുക്കാൻ എടുത്തോ. ഒന്നെങ്കിൽ ഒരു കോമഡി, അല്ലെങ്കിൽ അടിപൊളി ഫോട്ടോ. ആ വടി ഒഴിവാക്കി ചങ്ങായി, വടി കുത്തിയിട്ട് ഓനെ കേട്ടോ. എനിക്കെന്താ അതിന് മുതല പൊന്തി വന്നാലോ ഷബീറെ? എനിക്കാണെങ്കിൽ നല്ല ഇറച്ചിയുണ്ട് കേട്ടോ. ഈ മൂട് കാണിക്കാനപ്പോ അവിടെ പോയിരുന്നത്. സംഭവം വൈബുണ്ട് കേട്ടോ. മൂട് മതിയായിരുന്നു അല്ലേ? മൊത പോരാ. മലയണ്ണാൻ കേശു കൊണ്ടുപോയി, മഹാരാഷ്ട്ര കേശു കൊണ്ടുപോയി. ഈ സ്ഥലത്തിന് വരുന്ന മത്തേര കേശു കൊണ്ടുപോയി. കേശു ഒന്ന് പിടിച്ചാ ഈ കല്ലെടുത്ത് തരണ വെള്ളം കുപ്പി കൊടുക്കല്ലേ? സംഭവം ഫ്രെയിം അടിപൊളി, പക്ഷെ പോരാ. രമേശിന്റെ കടയിൽ നിന്നാണോ വാങ്ങിയത്? ഞാൻ പറയുമ്പളേ ഞങ്ങൾ പോവാ, മുമ്പേ പിടിക്കുന്നത്. നേത്രാവതി സെറ്റ് പോരും. ഈ വടിയും മേലെ പോയി വെയിലുണ്ടായിട്ട് എവിടെ 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 11 മണിയാകുമ്പോ ഇറങ്ങി. ഹരിയർ ഫോട്ടോ ഒരു 5 മണിക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ 11 മണി തിരിച്ചുവരാം. വെയിലുണ്ടാവില്ല.
ഇല്ല ഞങ്ങളെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ആകെ 200 വ്യൂസ് ഉണ്ടോ? ആ അരിയർപോട്ട് ഇന്നലെ പോയി. ക്ലൈമറ്റ് ഇല്ല. ആ വരുന്ന എൻ്റെ കൂടെ ഷെഫീറെ. എടാ കൊണ്ടുപോയാലോ മറ്റേ ഗെയിം ഓഫ് ത്രോൺസിൽ ഓരോരുത്തർക്ക് ഓരോന്നിനും കൊടുക്കൂലേ? ഗോസ്റ്റ്. ദിസ് ഈസ് ഗോസ്റ്റ്. ജോൺസ്റ്റോന്റെ അല്ലേ ഗോസ്റ്റ്? അല്ല ഗോസ്റ്റ് അല്ല, വേറെ എന്നെ ചുവന്ന പേരല്ലേ, നൈമീരിയ. ഒരു പോർട്രേറ്റ് എടുക്കട്ടെ, ഒരു പോർട്രേറ്റ് എടുക്കട്ടെ, മറന്ന് ഒരു പോർട്രേറ്റ് എടുക്കട്ടെ. നാട്ടില് പട്ടികളെ കണ്ട കല്ലെടുത്തണ്ട സുധീഷ ഓമനിക്കണതാ. അങ്ങനെ ഗൈസ് എക്കോ പോയിന്റ് പറഞ്ഞിട്ട് എത്തിയിരിക്കാണ്. എന്ത് തേങ്ങയാണ് അവിടെ ഉള്ളത്. വെയിൽ തന്നെ വെയിൽ. ഇതാണ് എക്കോ പോയിന്റ്. ഒന്ന് കൂയൊക്കെ എക്കോ ഉണ്ടോന്ന്. ഗൈസ് ഇതാണ് മത്തേരനിലെ എക്കോ പോയിന്റ്. ബുക്കിലോ? ഏത് ബുക്കിലോ? ആ ബുക്കിലുണ്ടാവും. ആയി അവസാനം അതിൽ ഫോട്ടോ എടുക്കാൻ 10 റുപ്യ 1000 റുപ്യ. ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് 10 റുപ്യ. എല്ലാരും തലട്ടാലയില് അങ്ങനെടാ. സിംഗിൾ RS10, കപ്പിൾ ഡബിൾ RS10, ഫാമിലി ഗ്രൂപ്പ് RS10. ഇതിന് ഫുൾ 10 ചോദിച്ചാ പോരെ. എടാ വിളിക്കണം. അവസാനം ഇവിടെ ഒരു തുള്ളി വെള്ളം കാണാണ്ട് വീഡിയോയില് കാണാനില്ല. മൂഞ്ചി ഗൈസ്, മത്തേര മൂഞ്ചി. തൂങ്ങിയിട്ട് വെള്ളം നശിക്കട്ടെ. അതിൻ്റെ ഇടയിൽ വെള്ളമുണ്ട് ഗൈസ്. പക്ഷെ പച്ചപ്പ് രക്ഷയില്ല കേട്ടോ, പേരും വെയിലാണെങ്കിലും.
എന്താ കഴിച്ചിട്ട് ഓടിച്ചു. എന്താ ചലഞ്ച്? ഇവിടുന്ന് അതുവരെ ഓടുക, ഏത് നേരം ഇല്ല. റെയിൽവേ സ്റ്റേഷൻ വരെ ഓടുവോ? ആയിക്കോട്ടെ, ഓട് ഓട് കേശുവാ. സുജിത്ത് ഓടാത്ത്. ഇതിനല്ലേ ഈ റൂട്ടല്ലേ? നടക്ക്. ഗൈസ്, അങ്ങനെ 2-3 മണിക്കൂർ ഫുള്ള് നടന്ന് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സിഹാൻ മറ്റേ ഇതുവരെ നടന്നതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് പറ. മറ്റേ മഴക്കാലാണ് മെയിനായിട്ട് കാണേണ്ടത്. നമ്മളിപ്പോൾ ഈ നേരത്തെ നമ്മൾ വെയിലായിരുന്നു വന്നപ്പോൾ തന്നെ നമ്മളെ ക്ലൈമറ്റ് നമുക്ക് വലിയ ക്ലൈമറ്റ് കാര്യമൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും നമ്മൾ വന്നത് നമ്മൾ എൻജോയ് ചെയ്യാന്നല്ലാതെ ജസ്റ്റ് ഇപ്പോൾ കണ്ടു അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ പറയണ്ടോ? റൂഫ് ഒറ്റാക്ക് പറഞ്ഞ കഴിഞ്ഞാൽ മുഞ്ചിട്ടില്ല, മുഞ്ചാനായി. മറ്റേരെ മാത്രം പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ ടോയ് ട്രെയിൻ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുകയാണ്. മത്തേരാൻ നിന്നും വേറെ ലോഡ്ജിനാണ്. ₹5 कोई चाहिए. ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് കൊണ്ടുപോയി. ടിക്കറ്റ് റോഫ് റീൽ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞങ്ങൾ അങ്ങനെ ടോയ് ട്രെയിൻ കയറിയാണ്. സെക്കൻഡ് ക്ലാസ് ആണ്. ഏലാച്ച കയറി. അത് D2 ആണെങ്കിൽ ഇത് നിങ്ങളെവിടെ പറഞ്ഞു? മഞ്ചേരിയോ? മഞ്ചേരി. ഇത് നമ്മൾ മഞ്ചേരിത്തെ പുതിയ ഫ്രണ്ട്സ്. ഹലോ. ആരും കാണില്ല, 200 ആൾ കാണുള്ളൂ. പുതിയ മച്ചാന്മാര്. ടോയ് ട്രെയിൻ കയറിയിരിക്കണേ. നേരിൽ നിന്ന് അമാൻ ലോഡ്ജ് പറഞ്ഞ സ്ഥലത്തേക്ക് ₹55 ഒരാൾക്ക് ടിക്കറ്റിന്. പൊതുവെ നേരല്ല, എന്താണ് മത്തേരിൽ നിന്ന് അമാൻ ലോഡ്ജിക്ക് ₹55 ടിക്കറ്റ്. പൊതുവെ നേരിൽ വരെ ട്രെയിൻ ഉണ്ടാവലുണ്ട്. പക്ഷെ ഈ ഒക്ടോബർ 15 വരെ തുടങ്ങുള്ളൂ. ശരിക്കും നടക്കാനുള്ള ദൂരമുള്ളൂ. ഞങ്ങളൊരു എക്സ്പീരിയൻസിന് വേണ്ടി കയറിയതാണ്. ഔട്ടോക്ക് 55 സെയിം. മാറി പറടാ. എന്താ നോക്കണ?
ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഞങ്ങള് അങ്ങനെ വളരെ നല്ലൊരു ഇതായിരുന്നു, അടിപൊളിയായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ് കേശു തെറ്റി. കേശുവിന്റെ സിംഗിൾ ഫോട്ടോ എടുക്കാത്തതിന് തെറ്റി. അത് എടുത്തെടുത്തിട്ട് പോയാൽ മതി. സിംഗിൾ ഫോട്ടോ എടുക്കാതെ പോരല്ലാന്ന്. അങ്ങനെ ഇന്ത്യ എടുക്കണം. എന്നാലും ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുക്കാനും. ഗൈസ് ഇതാണ് ബംഗാളി കുതിരകൾ, പണിയെടുക്കുന്ന കുതിരകൾ. മറ്റേ സ്റ്റാൻഡേർഡ് കുതിരകൾ. अब ये क्या है? മൂങ്ഫാലി. വാങ്ങിക്കഴിഞ്ഞില്ലേ? 30 ആർട്ടിഫിഷ്യൽ മുണ്ടാലി സംഭവം തന്നെ. പുളിച്ചാലുള്ള കായ രസമുണ്ടോ? പൈസ കൊടുക്കേ, പൈസ കൊടുക്ക്, പൈസ കൊടുക്കണ്ടേ? പിന്നെ 30 rupees. 30 rupees കൊടുക്കണം ചങ്ങായി. ഐ അതിനൊക്കല്ലേ അപ്പൊ നമ്മള് മത്തേരാനോട് വീട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മള് എവിടെ പോണ്? മുംബൈ. അപ്പൊ മുംബൈക്ക് പോവാണ്. അപ്പോ നമ്മൾ നേരല് വന്ന് നേരല് പോയിട്ട് അവിടെ ട്രെയിനിൽ കയറിയിട്ട് വേണം. അപ്പോ അവിടെ എത്താനുള്ള ടൈം എടുക്കും. അപ്പൊ നാളെ മുംബൈയിൽ എത്തിയിട്ട് നമ്മളെ വ്ളോഗിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും